കോളേജിലെ ABP പ്രവർത്തകർ CIയെ ബോംബെറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പിൻവലിച്ചത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണെന്ന് വ്യക്തമാകുന്നു. പോലീസിന്റെ എതിർപ്പ് അവഗണിച്ചാണ് കേസ് പിൻവലിച്ചത്. രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. പോലീസ് ഉദ്യോഗസ്ഥരെ ബോംബെറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കേസിലെ 17ാം പ്രതിയായ ആദർശ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നിന്നാണ് കേസ് പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി സിറ്റി പോലീസ് കമ്മീഷണറോട് കേസ് പിൻവലിക്കാനുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കേസ് പിൻവലിക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. ബോംബേറിൽ പരിക്കേറ്റ CI മോഹനൻ നായർ 1 വർഷം ചികിത്സയിൽ കഴിഞ്ഞു. 2 SIമാർക്കും മറ്റു പോലീസുകാർക്കും പരിക്കേറ്റു. ഗുരുതര സ്വഭാവമുള്ള കേസ് പിൻവലിക്കരുതെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് അതുപോലെ കമ്മീഷണർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകി. പക്ഷേ പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് ഒരു പ്രതിയുടെ അപേക്ഷയിൽ 32 പ്രതികളെയും വിട്ടയക്കാൻ സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു. താൻ മന്ത്രിയാവുന്നതിന് മുമ്പാണ് കേസ് പിൻവലിച്ചതെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന കോൺഗ്രസിനകത്ത് തന്നെ വിവാദമായിരുന്നു. ഇതിന് മറുപടിയുമായി മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം ആയിരുന്നില്ല എന്ന് വരെയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കറക്റ്റാണ്, വേറെ ഒന്നും അധികം പറയാനില്ല. അതൊക്കെ ഫയലുകളിലുണ്ടാവും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയെങ്കിലും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈകളിലാണ്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഈ വകുപ്പാണ് അധികാരം ഉപയോഗിച്ച് കേസ് എഴുതി തള്ളാൻ തീരുമാനമെടുത്തത്. കേസ് എഴുതിത്തള്ളിയതിൽ സേനയ്ക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണ് ഉയർന്നിരിക്കുന്നത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ന്യൂസ് സെന്ററിൽ MG കോളേജിൽ അക്രമം നടക്കുന്നെന്നറിഞ്ഞെത്തിയ CI മോഹനൻ നായരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 32 RSS BJP പ്രവർത്തകരാണ് പ്രതികളായുള്ളത്. പ്രതികളുടെ ആവശ്യം പരിഗണിച്ചാണ് കേസ് പിൻവലിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ അഭിഭാഷകൻ കേസ് പിൻവലിച്ചുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകുകയായിരുന്നു. തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. RSS മനസ്സുള്ള ആഭ്യന്തരമന്ത്രി ആയതിനാലാണ് കേസ് പിൻവലിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു. ഇവിടെ അപേക്ഷ കൊടുത്തത് നരേന്ദ്രമോദിക്കുമല്ല, ഇവിടെ RSS മനസ്സോടെയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, അതാണ് രമേശ് ചെന്നിത്തല. എന്താണ് അത്തരമൊരു കേസ് പിൻവലിക്കാനുണ്ടായ ചേതോവികാരം? RSSനെ സഹായിക്കൽ. അതേസമയം കേസ് പിൻവലിച്ചത് തന്റെ കാലത്തല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. 2012 ഓഗസ്റ്റിലാണ് കേസ് പിൻവലിക്കാൻ അപേക്ഷ നൽകിയത്. താൻ ആഭ്യന്തരമന്ത്രിയായത് 2014 അദ്ദേഹം അറിയിച്ചു. MG കോളേജിലെ ബോംബേറിൽ പരിക്കേറ്റ മോഹനൻ നായർ 6 മാസത്തോളം ആശുപത്രിയിലായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം സർവീസിൽ പ്രവേശിച്ചത്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് മോഹനൻ നായർ. മീഡിയ 1 തിരുവനന്തപുരം. 2003 ജൂലൈ 8-ന് VHP നേതാവ് പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് വർഗീയതയുള്ള പ്രസംഗം നടത്തിയെന്നുള്ളതായിരുന്നു കേസ്. ഈ കേസ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി MLA സഭയിൽ ചോദ്യം ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു തർക്കം. കേസ് അവസാനിപ്പിച്ചതിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്നും കുറ്റപത്രം നൽകാൻ വൈകിയതിനാലാണ് കോടതി കേസ് പിൻവലിച്ചതെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഗവൺമെന്റിന്റെ സമ്മതം മാത്രമാണ് അറിയിക്കുന്നത്. കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് പിൻവലിക്കാൻ സാധിക്കൂ. തൊഗാഡിയയുടെ കേസിൽ കുറ്റപത്രം കൊടുക്കാൻ വൈകിയതിന്റെ പേരിൽ കോടതി ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ RSSകാരുടെ കേസുകൾ അവസാനിപ്പിക്കാൻ സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ സഭയിൽ പറഞ്ഞു. LDF സർക്കാരാണ് VHP നേതാവ് പ്രവീൺ തൊഗാഡിക്കെതിരായ കേസ് പിൻവലിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2003 ഒക്ടോബർ 5-ാം തീയതി എല്ലാവരെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ധാരണയിൽ എത്തി. അന്നത്തെ വ്യവസ്ഥയിൽ ഒന്ന് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് അതിന്റെ അപേക്ഷ കിട്ടി. നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെയും നിയമവകുപ്പിന്റെയും എല്ലാം ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേസ് പിൻവലിക്കേണ്ടത് കോടതിയാണ്. കോടതിയെ ഗവൺമെന്റിനെ അറിയിക്കാം. ഗവൺമെന്റിന് വിരോധമില്ല, NOC ഞങ്ങൾക്ക് പിൻവലിക്കാൻ വിരോധമില്ല എന്നുള്ള അറിയിക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ ഒരു തീരുമാനം. MG കോളേജില് അടിയുണ്ടാക്കിയ ഒരു RSSകാരന്റെ കേസ് ഞാൻ പിൻവലിച്ചത്. ഞാൻ അറിയാമത് വിഡിത്തം വിളമ്പരുത്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എന്റെ കയ്യിൽ ആ വകുപ്പില്ലായിരുന്നു. ആ വകുപ്പ് എന്റെ കയ്യിൽ അല്ലായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് കേസ് പിൻവലിക്കാൻ ഞാനെന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒരു പവറും ഇല്ലായിരുന്നു. കാരണം എന്റെ കയ്യിൽ ആ വകുപ്പില്ല. ആ വകുപ്പ് എന്റെ കയ്യിൽ അല്ലായിരുന്നു. പിന്നെ ഞാനെങ്ങനെ കേസ് പിൻവലിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കാര്യം ഞാനല്ല പിൻവലിച്ചത്. എന്ത് അല്ലല്ല, അതല്ല, അങ്ങനല്ല, വ്യക്തമാക്കണ്ട.
അല്ല, ഇന്നലെ കോടിയേരി പറഞ്ഞതിനെ പറ്റി ഞാൻ പറഞ്ഞത്. MG കോളേജില്